മുതൽ 73 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുണ്ട്. സത്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ലാസ് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ നമ്മളൊന്നും അറിയത്തില്ല. രാവിലെ 10 to 5 ആണ് എൻ്റെ ക്ലാസ് ടൈം. ആ 10 o'clock ഞാൻ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ഊണ് കഴിക്കാൻ ലഞ്ച് ടൈം പോലെ ഞാൻ മറന്നു പോകുന്നുള്ള സത്യം. ഞാൻ ബ്രേക്ക് വെച്ചിട്ടുണ്ട്, എന്നാലും കുട്ടികൾ ചിലപ്പോൾ കുറച്ച് ടൈം ഇരിക്കും. കൂടുതൽ ആവശ്യക്കാർ ഏത് ക്രാഫ്റ്റ് വർക്ക് പഠിക്കാനാണ് ആവശ്യക്കാർ വരാറ്? ഇപ്പോ ക്രാഫ്റ്റിനേക്കാളും ജ്വല്ലറിയാണ്, ജ്വല്ലറി മേക്കിംഗ് ആണ് കൂടുതൽ പോകുന്നത്. പിന്നെ പെയിന്റിങ്സ്, അതിനകത്ത് ഷിങ്കാർ പെയിന്റിംഗ് ആണ് ഇപ്പൊ നല്ല ഡിമാൻഡ്. ഷിങ്കാർ പെയിന്റിംഗ് പറഞ്ഞാല് നമ്മുടെ കാർഡ്ബോർഡിൽ ജസ്റ്റ് പിക്ചർ ഒട്ടിക്കുകയാണ്. പക്ഷെ അത് പർട്ടിക്കുലർ പിക്ചേഴ്സ് ഉണ്ട്, ഓർണമെന്റ്സ് നിറയെയുള്ള പിക്ചർ, പിന്നെ അങ്ങനത്തെ പിക്ചേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. പ്ലെയിൻ ആയിട്ടുള്ള പിക്ചർ കാർഡ്ബോർഡ് ഒട്ടിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ സ്റ്റോൺസും സീക്വൻസ് അതെല്ലാം വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈനർ 3D ഔട്ട്ലൈനർ കുറച്ച് ടൈം എടുക്കും. ഒരു പിക്ചർ ഫിനിഷ് ചെയ്യാൻ ഒരു 2 weeks ഒക്കെ വേണം. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാവും അത്. പിന്നെ കുഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. 15ഓളം കുഷൻസ് ഉണ്ട് എനിക്ക്, 15ഓളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുഷൻസ്. ശരിക്കും പറഞ്ഞാൽ കുഷൻ വളരെ ഭംഗിയുള്ളൊരു ഇതാണ്. നമുക്ക് കാറിൽ വെക്കാം, നമുക്ക് വീടിനകത്ത് സോഫയിൽ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നതോ, നമുക്ക് നമ്മൾ തന്നെ ദിവാൻ സ്ക്വാഡിന്റെ കുഷനാണെങ്കിൽ നമ്മൾ തന്നെ കവർ തുന്നിയെടുത്തിട്ട് അത് അതിനകത്ത് സ്പോഞ്ചോ അല്ലെങ്കിൽ കോട്ടണോ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പുറത്ത് എംബ്രോയിഡറി ചെയ്യുന്നത്, നമ്മൾ കുഷൻസിന്റെ പുറത്ത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്ത് കോട്ടൺ ഫില്ല് ചെയ്യും. അങ്ങനെയാണ് കുഷൻ ചെയ്യുന്നത്. കുഷനിൽ എംബ്രോയിഡറി തന്നെയാണ്, പക്ഷെ എംബ്രോയിഡറി തന്നെ നമ്മൾ പലതാ ചെയ്യുന്നത്. ഇപ്പോ സ്ക്വയർ കുഷൻ ചെയ്യുന്നത് റൗണ്ട് ചെയ്യുന്ന പോലെയല്ല. റൗണ്ട് കുഷന്റെ നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്യുന്നത്, ഓരോ സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് അതാണ് നമ്മൾ തുന്നി ചെയ്യുന്നത്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പുതിയ വർക്കുകൾ എന്താണെങ്കിലും പഠിക്കണം. അത് വളരെ എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും പോവില്ല. ക്രാഫ്റ്റിന്റെ ഒരു ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പുതിയ എന്ത് വേണ്ടാലും പഠിക്കണം. ഇൻസ്പയർ ചെയ്താൽ ഞാൻ പറഞ്ഞില്ല, എന്റെ അമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്റെ ഹസ്ബൻഡിന്റെ പേര് ഗിരീഷ് എന്നാണ്. ഐഡിയ മൊബൈൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു മകനുണ്ട്, ആമോദ്. ഞങ്ങള് എരൂരാണ് താമസിക്കുന്നത്. ആഗ്രഹം പോലെ തന്നെ ഇനിയും ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് പഠിക്കാൻ പറ്റട്ടെ, ഇതിൽ ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്യാൻ സാധിക്കട്ടെ. വനിതാ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വരുമാന മാർഗവുമാണ്, നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ചെറുതാണെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുതുമയാർന്ന മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.